പുതിയ അനോക്കോണ്ട കണ്ടു. അല്ല മോക്കാ പടം ഒരു 1.5 മണിക്കൂർ ഇരുത്തി വെറുപ്പിച്ച് ഒരു സ്പൂഫ് പോലെയാണ്, കോമഡിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. അലമ്പാക്കി വെച്ചിട്ടുള്ളൊരു സാധനം. ഇറ്റ്സ് സോ ഇറിറ്റേറ്റിംഗ്. ഈ വർഷം കണ്ടതിൽ ഏറ്റവും മോശം പടമായിട്ട് തോന്നി ഹോളിവുഡിൽ നിന്ന്. എത്ര ബഡ്ജറ്റ് മുടക്കി, എത്ര പൈസ ചിലവാക്കിയിട്ടൊക്കെയാണ് ഇവർ ഈ സാധനം ഇറക്കുന്നത്. ഇറ്റ് ഹാസ് ദി വേഴ്സ്റ്റ് ആക്ടിങ്, ദി വേഴ്സ്റ്റ് CGI. ഇതൊരു ഡയറക്റ്റ് ഈ സോണി പിക്ചേഴ്സൊക്കെ ഇറങ്ങിയ പടമാണ്. ഈ കഴിഞ്ഞ വർഷം ഒരു ഒരു ചൈനീസ് പടം ഇറങ്ങിയിട്ടുണ്ട്. ചൈനീസ് ഓർ കൊറിയൻ, ഐ തിങ്ക് ചൈനീസാണ്. ഒരു ചെറിയ ബഡ്ജറ്റ് വെച്ചിട്ട് അത് കണ്ടു നോക്കുക. 2024 ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്. അവരിറക്കിയിട്ടുള്ളൊരു പടം, ഒരു അനാക്കോണ്ട എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു അനാക്കോണ്ട പുതിയ കണ്ടൻറ്റ് കാണണമെന്നുണ്ടെങ്കിൽ അത് കാണുക. ദെൻ പ്രിമിറ്റീവ് പറഞ്ഞൊരു പടം ഈ കൊല്ലം പുറത്തിറങ്ങിയിരുന്നു. അപ്പോൾ ഈ എന്തെങ്കിലും പുതിയ ദിനോസർ പടങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക. ഇതൊക്കെ ലോ ബഡ്ജറ്റിൽ ഇറക്കിയിട്ടുള്ള സാധനങ്ങളാണ്. അതിൻ്റെ അത്ര പോലും ക്വാളിറ്റി ഇല്ലാതെയാണ് ഇവർ ഈ സാധനങ്ങൾ ചെയ്തിട്ടുള്ളത്. 1.5 മണിക്കൂറിൽ പടത്തിൽ 20 സെക്കൻഡ് മാത്രമാണ് ഈ അനോക്കോണ്ട വരണത്. മൊത്തത്തിൽ പറഞ്ഞാൽ അത്രേ ഉള്ളൂ, പാമ്പ് അത്രേ ഉള്ളൂ. ഇവർക്കിത് ബഡ്ജറ്റില്ല, VFX വളരെ മോശമാണ്. സോ ഉള്ള സീനൊക്കെ കട്ട് ചെയ്ത് സെക്കൻഡ് ബൈ സെക്കൻഡാണ് ഈ സാധനം കാണിക്കുക. ഇത് കാണിക്കുമ്പോൾ തന്നെ അറിയാം വളരെ മോശം. ഒരാളിങ്ങനെ കുഞ്ഞി പാമ്പിനെ എടുത്ത് നിൽക്കുന്നൊരു സീനൊക്കെ ഉണ്ട്. ആളുടെ കൈ ആ പാമ്പിൻ്റെ ഉള്ളിൽ CGI മോശമായിട്ട്. ഇങ്ങനെ വളരെ മോശം CGI ഉള്ള ഒരു അനോക്കോണ്ട പടം ഞാൻ ഇതിലാണ് കണ്ടത്. ഇതല്ലാതെ വേറെ കുറേ ഒരു ഹിന്ദി പടങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ലോ ബഡ്ജറ്റിലായാലും വേറെ കുറേ അനോക്കോണ്ട സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് അനോക്കോണ്ടയും ദെൻ ഹണ്ട് ഫോർ ദി ബ്ലഡ് ഓർക്കിഡൊക്കെ കഴിഞ്ഞിട്ട് ഈ സ്നേക്ക് ട്രയലോ ബ്ലഡ് ട്രയലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് 3, 4, 5 എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പടം ഇറങ്ങിയിട്ടുണ്ട്. കുറേയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ ഡൈനോസർ മൂവീസും കുറേ ലോ ബഡ്ജറ്റിലുള്ളതൊക്കെ ഇറങ്ങാറുണ്ട്. ഇത് അതിനേക്കാൾ മോശം. സോണിയുടെ കയ്യിൽ നിന്ന് ഇത്രയും മോശം ഒരു പടം ഞാൻ പ്രതീക്ഷിച്ചില്ല. ദെൻ ഈ പറഞ്ഞ പോലെ സ്പൂഫ് പോലെയാണ്. ഇവരൊരു ആക്ച്വലി ഒരു കോമഡി മൂവി, അതായത് ഒരു അനോക്കോണ്ടനെ ബേസ് ചെയ്ത് ഒരു റീബൂട്ട് സാധനം ഇറക്കാൻ വേണ്ടി ഒരു 4-5 മണ്ടന്മാർ ഇറങ്ങിത്തിരിക്കുന്നു എന്നതാണ് സിനിമയുടെ മെയിൻ പ്ലോട്ട്. അവരവിടെ പോയിട്ട് കാണിച്ചു കൂട്ടുകയാണെന്ന് പറഞ്ഞിട്ട് വളരെ മോശം ഡയലോഗ്സും മോശം ഓവർ ആക്ടിങ്ങും പോൾ റോഡൊക്കെ വെറുപ്പിച്ച് എല്ലാവരും ജാക്വിഡും അതായത് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഹോളിവുഡിലെ നല്ല ഒരു ജുമാൻജി സ്റ്റൈലിലൊക്കെയാണ് ഇവർ ചെയ്യാൻ നോക്കിയിട്ടുള്ളത്. അലമ്പാക്കി കൈ തന്നി ഇരുന്ന് വെറുക്കുക. തിയേറ്ററിൽ ഭയങ്കര വയസ്സായ ഒരു അമ്മ മുതൽ ചെറിയ കുട്ടികളൊക്കെ അടക്കം വെച്ചിട്ട് ഫാമിലീസൊക്കെ കുറേ വന്നിട്ടുണ്ട്. ഞാൻ ഇരുന്ന തിയേറ്ററിൽ എനിക്ക് ഈ സത്യം കണ്ടപ്പോൾ സങ്കടം വന്നു. ഇവർ വയ്യ, അവർക്ക് നടക്കാൻ പോലും വയ്യ, കൈ പിടിച്ചിട്ടൊക്കെയാണ് വരുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെ കൂട്ടി ഇത്രയും പടം എന്ന് പറഞ്ഞാൽ പടുമോശം എന്ന് പറഞ്ഞാൽ പടുമോശം. ഒരു സെക്കൻഡ് പോലും ഈ സിനിമയിൽ നല്ലതില്ല. ഇറ്റ്സ് അട്ടർ ഫ്ലോപ്പ്, അട്ടർ വേസ്റ്റ്. അത്ര എനിക്ക് പറയാം. ഭയങ്കര എനിക്ക് ദേഷ്യം വന്ന് കണ്ടപ്പോൾ. എടാ നമുക്കെടുക്കട ഒരു ഷോർട്ട് ഫിലിം ആണെങ്കിൽ ഇവർ ഈ എത്ര $1 million വെച്ചിട്ടൊക്കെയാണ് ഈ സാധനം ഇറക്കണമെന്ന് അറിയാം. ഇറ്റ്സ് കംപ്ലീറ്റ് വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് കംപ്ലീറ്റ് വേസ്റ്റ് ഓഫ് മണി. നിങ്ങൾ ഈ പടത്തിന് പോവുകയാണെങ്കിൽ പോകരുത്. ഞാൻ തറപ്പിച്ച് അങ്ങനെ ഒരു പടത്തിന് പറയാറില്ല. ഇതിന് പോകരുത്. ഇതിന് പോകണേലും നിങ്ങൾ ഫസ്റ്റ് അനോക്കോണ്ടയും ദെൻ മറ്റേ ബ്ലഡ് ഓർക്കിഡൊക്കെ ഇരുന്ന് ഒന്ന് തിയേറ്ററിൽ കണ്ടു നോക്കുക, അല്ലെങ്കിൽ TV-ലിട്ട് കണ്ടു നോക്കുക, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ആ ചൈനീസ് പടം അത് പല സൈറ്റുകളിലും കിട്ടും, അത് എടുത്ത് കണ്ടു നോക്കുക. പിന്നെ കുറച്ചൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ടേക്കാണ്. പിന്നെ കുറച്ച് നല്ല CGI ആണ്, കുറച്ച് നല്ല സ്റ്റോറി ലൈൻ ഉണ്ട്, ഒരു മിനിമം ലെവലിലുള്ളത്. ഇത് എനിക്കൊന്നും കൂടുതൽ എൻ്റെ വായിൽ തെറിയൊക്കെ വരും. ഞാൻ അതുകൊണ്ട് ക്രിസ്മസ് വോയിസായിട്ട് പണ്ടാറിറങ്ങി. ഞാൻ രാവിലെ നല്ലൊരു പടം കണ്ടു, സർവമായ. അതിൻ്റെ എല്ലാം പോയി. ശരി, കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ളത് അഭിപ്രായമല്ല, അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ദിസ് ടൈപ്പ് ഓഫ് മൂവീസ് ഷുഡ് ബി ബാൻഡ് ഫ്രം ഹോളിവുഡ്. ഇങ്ങനത്തെ ഒരു ഇത്